ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഡേ 3. ഞാൻ ഇപ്പോൾ ഉള്ളത് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ്. ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് ചില ആൾക്കറിയാമല്ലോ. അല്ല, ഞാൻ രാവിലെ 9:30 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്തത്. 11:30 മണി വരെ ഉണ്ട് രാവിലെ. വൈകുന്നേരം 4:30 മണി തൊട്ട് 5:30 മണി വരെ ഫുള്ള് ക്രൗഡ്. ഇന്ന് സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ മാമൂലി ഫുള്ള് റഷ് ഉണ്ടാകുന്നു. ഫുള്ള് വണ്ടിയുണ്ട്, ആൾക്കാരുണ്ട്. ഞാൻ അപ്പുറം പോയിട്ട് വണ്ടിയുണ്ട് ഫുള്ള്. നല്ല ക്രൗഡുണ്ട്. ഇതെല്ലാം അപ്പുറത്തെ റൈറ്റ് സൈഡിലെല്ലാം കാണുന്നത് സ്പൈസസ് ഷോപ്പ്. നല്ല ക്രൗഡുണ്ട്. ഇതിൽ കാണുന്ന സ്പൈസസ് ഷോപ്പ് 3D ഷോ. അതാണ് ടിക്കറ്റ് കൗണ്ടർ. അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ടിക്കറ്റ് കൗണ്ടർ ഇപ്പോൾ അരമണിക്കൂറിൽ ടിക്കറ്റ് ക്ലോസ് ആവും. ടിക്കറ്റ് കൗണ്ടർ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ബോട്ടിങ്. പക്ഷേ ഈ ബോട്ടിങ് ഇല്ലാതെ, വെള്ളമില്ലാത്തത് കൊണ്ട് ബോട്ടിങ് ഇതിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാർ സീസൺ ടൈമിൽ ക്യൂ നിൽക്കുന്ന സ്ഥലം. ആനൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. ആന വെച്ച് വെക്കുന്ന സൗണ്ട് ഉണ്ട്. ഇപ്പുറത്തുള്ള കാണുന്നല്ല സ്പൈസസ് ഷോപ്പും ഹോട്ടലും. ഇവിടെ മാഗി ചൂട് കരിമ്പ് ജ്യൂസ്, 2 കുതിരകളുണ്ട്. മൂന്നെണ്ണമുണ്ട്. ഇതാണ് കാവേരി റിവർ. ഇവിടെ ബോട്ടിങ്, വെള്ളം കുറവുള്ള. അപ്പോൾ ആനേനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ആന കുളിക്കുന്നുണ്ട്. 2 ആനയുണ്ട് അവിടെ. സൂം ചെയ്തിട്ട് കാണിച്ച് 2 ആന അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ 10, 20, 25 ആന ഈ റിവറിൻ്റെ ഈ പോയിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട്. ഒരു 25 ആനകളും ഉണ്ടാവും അവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ബോട്ടിലാണ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നത്. പക്ഷെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് അതിൽ നടന്നിട്ട് പോകുന്നുണ്ട് ആൾക്കാരെല്ലാം. നടന്നിട്ട് പോകാൻ പറ്റും അപ്പുറത്തേക്ക്. ഞാൻ പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അതാ ആനൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പുറത്ത്. എങ്ങനെയുണ്ട്? ഞാൻ അപ്പുറത്തൊക്കെ പോയിട്ട് കാണിക്കാം. ಚೆನ್ನಾಗಿದ್ದಾನೆ. ಮತ್ತೆ ಬ್ಲಾಗ್ ಮತ್ತೆ ಎಲ್ಲಿದ್ದು ಗೆಸ್ಟ್?
ಸಾರಿ ನಾನು ಒಂದು ತಿಂಗಳಾಯಿತು ರಜೆ ಮಾಡಿ ಪ್ರೈವೇಟ್ ಗಾಡಿಯಲ್ಲಿ ಹೋಗ್ತಾ ಇದ್ದೆ. ಮಡಿಕೇರಿಯಲ್ಲಿ ಗೋಲ್ಡನ್ ಟೆಂಪಲ್ ರೋಡಲ್ಲ. ಬರ್ತೇನೆ. ഇവിടെ നടന്നിട്ട് പോകുന്നേ ഉള്ളൂ, നോക്കി. ഇല്ലെങ്കിൽ ബോട്ടിലാണ് പോവല്. നടന്നിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. ആനൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. ഇവിടെ ബോട്ടും അതും ഇതെല്ലാം ഉണ്ട്, പക്ഷെ വെള്ളമില്ല. അതിന് പോകാൻ ഇതൊക്കെയുള്ള വെള്ളമില്ല. നല്ല ക്രൗഡുണ്ട് ശനിയാഴ്ച. നല്ല വലിയ തണുപ്പൊന്നല്ല. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് പ്ലേസ്? വരുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ 3 ദിവസത്തെ മടിക്കേരി ജസ്റ്റ് കുറച്ച് കാണുന്നുണ്ടെങ്കിൽ 3 ദിവസം ഏതായിട്ടും മടിക്കേരി ടൂറിസ്റ്റ് പ്ലേസ് പോകാൻ 3 ദിവസം വേണം. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇത് സെയിം അസീസ് പുതുക്കോളി. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അസീസ് പുതുക്കോളി. ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ.